ഹലോ ഫ്രണ്ട്സ്, ട്വിൻ ഫ്ലെയിംസിൻ്റെ ഒരു ചെറിയൊരു എനർജി ഷിഫ്റ്റിൻ്റെ ഒരു അപ്ഡേഷനാണ്. പ്രത്യേകിച്ചും ഡിവൈൻ മസ്കുലൈൻസിൻ്റെ, അതായത് ഡിവൈൻ മസ്കുലൈൻസ് ഈ യാത്രയിൽ അവരുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടായിരുന്നു. അതുപോലെ സെപ്പറേഷൻ, ഇൻ ആൻഡ് ഔട്ട് എനർജി കൂടെ ശക്തമായി പോയിരുന്ന ആളുകൾ ഇപ്പോൾ ആ ഒരു പീരീഡിൻസിന് ശേഷം പല DMസും ഇപ്പോൾ ഒരു സോൾ ഷോക്ക് അനുഭവത്തിലൂടെ എന്താണ് റിയാലിറ്റി എന്നുള്ളത് നേരിടാനായിട്ട് നാച്ചുറലി ഒരു പുഷ് വന്നിട്ടുണ്ട്. അതായത് അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ കുറേ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. തേർഡ് പാർട്ടി ബന്ധങ്ങൾ, മെറ്റീരിയൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലുള്ള ഹാപ്പിനെസ്, അതുപോലെ തന്നെ കുടുംബങ്ങളിലുള്ള അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഇപ്പോൾ കൂടുതൽ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് അവർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ഏകാഗ്രത നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അവരുടെ ഉള്ളിലുള്ള സ്ട്രെസ്സ് അവരെ അവേക്കണിങ്ങിൻ്റെ ഒരു പാതയിലേക്ക് പുഷ് ചെയ്യുന്നൊരു സമയമാണിപ്പോൾ. അവരിപ്പോൾ ഭയത്തിനെ മറച്ചു വെച്ചിരുന്നല്ലോ, അവരുടെ ഒരു ഫോൾസ് കോൺഫിഡൻസ്, അതൊക്കെ തകർന്ന് അവരൊരു വൾണബിലിറ്റിയുടെ ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹത്തിനുള്ള ഒരാഗ്രഹം അവരുടെ പുറത്തേക്ക് വരികയാണ്. പല DMസും ഇപ്പോൾ മൗനത്തിൽ ആണ് അവർ പോരാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ സൈലൻ്റ് ആണ്. അവർക്ക് പൊതുവെ DMസിന് ഇപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഹെവിനെസ് പോലെ, ആങ്സൈറ്റി, അപ്പോൾ ലോവർ ബാക്ക് പെയിൻ ഇവയൊക്കെ കാണാം. ക്ലാരിറ്റി കുറേശ്ശെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൺട്രോളിൽ വെക്കാൻ പറ്റില്ല എന്നുള്ളതും, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, ഹാർട്ട് വെച്ചിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെ എടുക്കണം എന്നുള്ളത് സമയമാണ് അല്ലെങ്കിൽ എടുക്കേണ്ടതാണ് എന്നുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. ഡിവൈൻ ഫെമിനൈൻസിനെ റീച്ച് ഔട്ട് ചെയ്യാനുള്ള ഒരു അർജ് അവർക്ക് കൂടുതൽ ശക്തമാകുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിരന്തരം ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഹെസിസ്റ്റേഷനാണ് ഇപ്പോഴും. ഈഗോയേക്കാൾ ശക്തമായിട്ട് അവരുടെ ഹൃദയം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ ഡിവൈൻ ഫെമിനൈൻസിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ മെച്യൂരിറ്റി അവർക്ക് വന്നിട്ടുണ്ട്. പലർക്കും അവർ പുറത്തേക്ക് വളരെ ശക്തിയുള്ളതായിട്ട് പെരുമാറുന്നതിനോടൊപ്പം തന്നെ ഉള്ളിൽ അവരുടെ സ്നേഹവും എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഫേസിലേക്ക് മാറിയിരിക്കുകയാണ്. DFs അവരുടെ സെൽഫ് റെസ്പെക്റ്റ് കൊണ്ട് അവരുടെ എനർജി അവരിലേക്ക് തന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അൺകണ്ടീഷണൽ ലവ് എന്താണെന്നും സെൽഫ് സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ അവർ പഠിച്ചു, അല്ലെങ്കിൽ കുറച്ച് പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എക്സ്റ്റേണൽ ആയിട്ടുള്ള നെഗറ്റിവിറ്റി ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫാമിലി റിലേഷൻഷിപ്പ്, അപ്പോൾ ഇതൊക്കെ ഒരു DFനെ അതിൻ്റെയൊക്കെ ഒരു ഇല്യൂഷനിൽ നിന്നൊക്കെ മാറിയിട്ട് അവർക്ക് അതിൻ്റെയൊക്കെ കറക്റ്റ് ഒരു വാലിഡേഷൻ, എന്നിട്ട് അവരൊരു ഡിറ്റാച്ച്മെൻറ്റിലേക്ക് പല DFസും പോകുന്നുണ്ട്. ഹാർട്ടിൻ്റെ അവിടെ പ്രഷർ, ത്രോട്ട് ടൈറ്റ്നെസ്, ഇടത് ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ടൊരു പെയിന്, അതുപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, പിന്നെന്താണ് സ്റ്റൊമക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാൻ, അല്ലെങ്കിൽ ഒരു ഹെവിനെസ് പോലെയൊക്കെ. ഇതൊക്കെ പ്യൂരിഫിക്കേഷൻ്റെ ഒരു ഫേസാണ്. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു റിഫൈൻ ചെയ്യാനായിട്ട് യൂണിവേഴ്സ് അവരെ മാനസികമായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഒരു ഡിസപ്പോയിൻറ്റഡ് ഫീലായിരുന്നു പല ഡിവൈൻ ഫെമിനൈൻസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ അവരൊരു സ്പിരിച്വൽ ടീച്ചറായിട്ട് സ്വയം മാറിയിട്ട് അവരൊരു അതൻറ്റിസിറ്റി, അവരുടെ പീസ്, അവരുടെ ലിബറേഷൻ, ഇതിലേക്കൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് അവർ വന്നിട്ടുണ്ട്. പല DFsമാരും പല ജീവിതത്തിലേക്ക് പല പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് അവരുടെ കരിയർ, അവരുടെ പല റിലേഷൻഷിപ്പിൽ നിന്നുള്ള ഇമോഷണലായിട്ട് വിഡ്രോവൽ, ഇത്തരത്തൊക്കെ, അതായത് അവരുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചുവടുവെപ്പ് വെച്ചിട്ടുണ്ട്. എനർജറ്റിക്കലി ഈ ബന്ധം നിഷേധിക്കാൻ സാധിക്കില്ല എന്ന് ഇപ്പോൾ ഇരുവരും ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറമെ ഒരു മൗനമാണ് വെച്ചാലും ഉള്ളിൽ ഒരു അതിതീവ്രമായിട്ടുള്ള ഒരു ഡിവൈൻ എനർജി ആണ് എന്നുള്ളത് അവർ റിയലൈസ് ചെയ്തിട്ടുണ്ട്. ഡിവൈൻ മസ്കുലൈൻ്റെ ഇപ്പോൾ ഒരു മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഡിവൈൻ ഫെമിനൈനെ അവഗണിക്കാൻ ആവുന്നില്ല എന്നുള്ളൊരു റിയലൈസേഷനിലാണ്. ഇപ്പോൾ DFസിന് കരിയറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഗ്രാജ്വലി സ്റ്റെബിലിറ്റിയിലേക്ക് വരും. പിന്നെ ഫൈനാൻഷ്യലി ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ DMസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി, അങ്ങനത്തെയുള്ള പ്രഷർ, റെസ്പോൺസിബിലിറ്റിയും പിന്നെ അതിൻ്റെ ജോലിയുടെ പ്രഷറും കാര്യങ്ങളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അവർക്കിപ്പോൾ ഒരു ഇമോഷണലായിട്ടുള്ളൊരു പീസ് കുറവാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു യൂണിവേഴ്സൽ എനർജിയുടെ ഒരു ഈക്വലൈസേഷൻ പോലെയാണ് നടക്കുന്നത്. ഒരാൾ ഇപ്പോൾ ഡിറ്റാച്ച്മെൻറ്റ് എന്താണെന്ന് പഠിക്കുന്നു, അതായത് DFസിൻ്റെ ഭാഗത്തുനിന്ന് മറ്റയാൾ ഡിവോഷൻ, സ്പിരിച്വൽ എന്താണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു വരുന്നു DM.
അപ്പോൾ ഈ ഘട്ടത്തിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള ക്ലൻസിങ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. എന്താണ്, ആരും ഇതിൽ നിന്നും ഒരു ഡിപ്രസ്ഡ് മൂഡിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. പിന്നെന്താണ്, പഴയ ഒരു ഐഡൻറ്റിറ്റി കാര്യങ്ങളൊക്കെ ഒരു ദ്രവിക്കുന്ന അല്ലെങ്കിൽ പൊളിഞ്ഞു വീഴുന്ന ഒരു സംഭവമാണ് DMസിനൊക്കെ. അതുപോലെ അവരുടെ ഈഗോ കാര്യങ്ങളൊക്കെ തകർന്ന ഒരു നിലയിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുക DFs. ഇതൊരു ചെറിയ ഒരു എനർജി അപ്ഡേഷനാണ് തന്നത്. അപ്പോൾ ചിലവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെയാണ് എനിക്കും മെസ്സേജായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് അപ്ഡേഷൻ. താങ്ക് യു യൂണിവേഴ്സ്.